ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലുള്ളത് ചെമ്പുപാളി എന്ന വിചിത്രവാദവുമായി ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു. ശില്പത്തിലുള്ളത് ചെറിയ ശതമാനം സ്വർണം മാത്രമാണ്. ചെമ്പ് തെളിഞ്ഞപ്പോഴാണ് സ്വർണം പൂശാൻ തീരുമാനിച്ചതെന്നും മുരാരി ബാബു പറഞ്ഞു. അതുകൊണ്ടാണ് രേഖകളിൽ ചെമ്പ് എന്ന് എഴുതിയത് എന്നും അദ്ദേഹത്തിന്റെ ന്യായീകരണം. ആ ലോഹം ചെമ്പാണെന്ന് തെളിഞ്ഞത് കൊണ്ടാണ് ഇത് ചെയ്യാൻ തയ്യാറാകുന്നത്. അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ചെമ്പിന്റെ പുറത്ത് സ്വർണം പൂശിയിരുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ അത് ചെമ്പ് തെളിഞ്ഞത് കൊണ്ടാണ് അത് വീണ്ടും പൂശാൻ കൊടുക്കുന്നത്. അല്ലാതെ നേരത്തെ റിപ്പോർട്ടിൽ വന്നതുപോലെ സ്വർണ്ണപ്പാളിയല്ല. ഇളക്കി എടുത്തുകൊണ്ട് പോകുന്ന സമയം 2019 ജൂലൈ മാസത്തിലാണ്. ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഞാൻ ചാർജ് മാറി, പുതിയ ആളിന് ചാർജ് കൊടുത്തു. ആ ചാർജ് കൊടുക്കുമ്പം അദ്ദേഹത്തിന് ആ ഇളക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഭൗതിക പരിശോധന പൂർണ്ണമായി സാധ്യമാകുന്നത്. ഒരു സാധനം അതിൻ്റെ ആ കവറിങ് ഇളക്കിയെടുക്കുമ്പോൾ സ്മിത്ത് അവിടെയുണ്ട്, അവർ നോക്കുന്നു, അത് എന്താണെന്ന് പരിശോധിച്ചൊക്കെയാണ് കൊടുത്തുവിടുന്നത്. ദ്വാരപാലക ശില്പത്തിലെ പാളി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറിയപ്പോൾ താൻ ചുമതലയിൽ ഉണ്ടായിരുന്നില്ല. ശ്രീകോവിലെ മേൽക്കൂരയിൽ മാത്രമാണ് സ്വർണ്ണപ്പാളി ഉള്ളത് എന്നും മുരാരി ബാബു പറഞ്ഞു. എന്നാൽ മുരാരി ബാബുവിന്റെ വാദങ്ങളും ദേവസ്വം മഹസ്ത്രം തള്ളുന്നതാണ് വിജയ് മല്യയ്ക്ക് വേണ്ടി സ്വർണം പൊതിയാൻ മേൽനോട്ടം വഹിച്ച സെന്തിൽനാഥന്റെ നേരത്തെയുള്ള പ്രതികരണം. ഒരു 30.3 കിലോസ് യൂസ് ചെയ്തിട്ടുണ്ട് ആസ് പെർ ദ റെക്കോർഡ്. എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 10 തൊട്ട് 12 കിലോ വരെ ടോപ്പ് റൂഫിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 2 കിലോ അടുത്ത് കലശങ്ങൾക്കെല്ലാം 2 തൊട്ട് 3 കിലോ വരും 3 കലശത്തിനും യൂസ് ചെയ്യാൻ സാധ്യതകളുണ്ട്. അതിനുശേഷം ദ്വാരപാലകർക്ക് ഒരു 5 കിലോസ്, പിന്നെ ഡോറ് നിലപ്പടിയെല്ലാം ഒരു 5 തൊട്ട് 6 കിലോ ആയിരിക്കും യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചരിത്രങ്ങൾക്കെല്ലാം അങ്ങനെ എല്ലാം മൊത്തത്തിലാണ് 30.3 കൊടുത്തിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ. അശ്വിൻ, സെന്തിൽനാഥൻ വിജയ് മല്യയ്ക്ക് വേണ്ടി ഈ സ്വർണം പൊതിയാനുള്ള ജോലികൾക്ക് മേൽനോട്ടം വഹിച്ച അതിൻ്റെ ഒരു നിരീക്ഷകനും വിദഗ്ധനും ഒക്കെയാണ്. അദ്ദേഹം കുറച്ച് ദിവസം മുമ്പ് നമ്മളോട് നടത്തിയ വളരെ വിശദമായി ഒരു സംഭാഷണം നടത്തിയ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 2.5 കിലോ വീതം ദ്വാരപാലക ശില്പത്തിലെ 2 ശില്പങ്ങൾക്കും ചേർത്ത് 5 കിലോ സ്വർണം ഉപയോഗിച്ചാണ് അത് പൊതിഞ്ഞിരിക്കുന്നതെന്ന്. അതാണ് കണക്ക് എന്ന് സെന്തിൽനാഥൻ അല്ലെങ്കിൽ വിജയ് മല്യയുടെ പ്രതിനിധി വിശദീകരിക്കുമ്പോഴാണ് അതിൽ സ്വർണം പൂശിയതേ ഉള്ളൂ, അതിലെ ചെമ്പ് തെളിഞ്ഞപ്പോഴാണ് അത് വീണ്ടും സ്വർണം പൊതിയാൻ അല്ലെങ്കിൽ സ്വർണം പൂശാനായി ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്ന് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഈ മഹസ്സറൊക്കെ ഉണ്ടാവുകയും ആ മഹസ്സർ പിന്നീട് വിവാദമാവുകയും കോടതി അത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം നമ്മളുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ നിലയിൽ പ്രതികരിക്കുന്നത് എന്നത് നമുക്കറിയില്ല. അദ്ദേഹം ഇപ്പോൾ ഈ മുരാരി ബാബു പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇതിൽ വിവാദമോ കേസോ ഒന്നുമില്ലല്ലോ, അതോടെ കഴിഞ്ഞല്ലോ എല്ലാം. ഈ 5 കിലോ സ്വർണം എന്നത് വിജയ് മല്യ അദ്ദേഹത്തിന്റെ പ്രതിനിധികളും ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയായി വേണമെങ്കിൽ അതിനെ തള്ളുകയും ചെയ്യണം. അങ്ങനെയാണോ ഈ മുരാരി ബാബു കാര്യങ്ങൾ വിശദീകരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പേര് ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. 2019-ലും 2024-ലും മുരാരി ബാബുവാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് അനുകൂലമായി അവിടെ ചില രേഖകൾ തയ്യാറാക്കിയത് അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതായി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏത് വഴിക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്? മുരാരി ബാബുവിന്റെ പ്രതികരണം എന്താണ് വ്യക്തമാക്കുന്നത്? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പല വാദങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ മുരാരി ബാബു പറയുന്നത് സെന്തിൽനാഥൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും യോജിക്കാത്തതാണ്. അതിൽ ആരാണ് കെട്ടുകഥ പറയുന്നത് എന്നുള്ളത് അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത്. പക്ഷേ സെന്തിൽനാഥൻ പറയുന്നത് 5 കിലോ സ്വർണം പൂശാനായി നൽകിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അത് പൂശിയത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ മുരാരി ബാബു പറയുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിലടക്കം 1 കിലോ സ്വർണം മാത്രമാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം അല്പസമയം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞത്. അത്രയും ഏരിയയിൽ അത്രയും കൂടുതൽ വസ്തുക്കളിൽ ഈ 1 കിലോ വെച്ചുള്ള സ്വർണം പൂശിയതുകൊണ്ടാണ് ഇത് വളരെ വേഗത്തിൽ 2019 തന്നെ അതിൽ നിന്ന് സ്വർണത്തിൻ്റെ അംശം പോവുകയും ചെമ്പ് തെളിയുകയും ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതായത് അത് ചെമ്പുപാളി തന്നെയാണ് എന്ന് മുരാരി ബാബു വ്യക്തമായി തന്നെ ഉറപ്പിച്ചു പറയുന്നത് സ്വർണ്ണപ്പാളിയല്ല. ദേവസ്വം രേഖകളിൽ ഒരുപക്ഷെ സ്വർണം പൂശിയ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെ ഒരു രേഖയേ ഇല്ല എന്നുള്ളതാണ് മുരാരി ബാബു പറയുന്നത്. അതായത് അത് സ്വർണ്ണപ്പാളിയല്ല, ചെമ്പുപാളി തന്നെയാണ്. വളരെ നേർത്ത സ്വർണം കൊണ്ട് പൂശിയതുകൊണ്ട് വളരെ വേഗത്തിൽ അതിൻ്റെ സ്വർണം ഇളകിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം ഈ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിൽ അതിൽ കൂടുതൽ സ്വർണം പൂശിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷവും അത് സ്വർണം മങ്ങാതെ നിലനിൽക്കുന്നതെന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ എന്താണ് വസ്തുത എന്നുള്ളത് അന്വേഷണത്തിലാണ് വ്യക്തമാകേണ്ടത്. നിലവിലിപ്പോൾ അതിനിർണായകമായ ദേവസ്വം ബോർഡിൻ്റെ യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. അതിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കമുള്ളവർക്കെതിരെ നടപടി വരുമോ എന്നുള്ളതാണ് നിർണായകമായ ചോദ്യം. ഇപ്പോഴും ഇദ്ദേഹം
ഈ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നുണ്ട്. അതായത് അനുകൂലിക്കുന്നത് ഏത് വിധേനയാണെന്ന് വെച്ചാൽ ഇതിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ട്, പക്ഷേ ആ വീഴ്ച പറ്റിയ സംഘത്തിൽ താൻ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് 2019 ജൂലൈയിൽ തന്നെ താൻ ഈ ചുമതല ഒഴിഞ്ഞ് മറ്റ് ചുമതലകളിലേക്ക് പോയിരുന്നു. ഈ സ്വർണം അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തേണ്ടത് അന്ന് ചുമതലയിലുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തനിക്ക് ബന്ധമില്ല, തന്നെ ആരോ ഇതിലേക്ക് മനഃപൂർവ്വം വലിച്ചിഴക്കുന്നു എന്നുള്ള പരിഭവം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും എന്താണ് ഇതിലെ വസ്തുത, എങ്ങനെയാണ് ഇത്രയും വഴിത്തിരിവുകളിലേക്കും ഇത്രയും വിവാദങ്ങളിലേക്കുമൊക്കെ ഈ സംഭവം പോയത് എന്ന് അന്വേഷണം പൂർത്തിയാകുമ്പോൾ വ്യക്തമാകും. എന്തായാലും സെന്തിൽനാഥന്റെ പ്രതികരണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അതിനെ പൂർണ്ണമായും തള്ളുന്ന ഒരു വിചിത്ര ന്യായീകരണമാണ് മുരാരി ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.